രാജ്യത്തിൻ്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കാനായി മികച്ച എഞ്ചിനീയർമാരെയും സാങ്കേതിക വിദഗ്ധരെയും സൃഷ്ടിക്കുന്ന ഒന്നാംകിട സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രിയ സ്വപ്നമായിരുന്നു. അദ്ദേഹം തുടക്കമിട്ടതാണ് ആദ്യത്തെ 5 IIT-കൾ. ഇപ്പോൾ നമുക്ക് 23 IIT-കളുണ്ട്. മദ്രാസ്, ബോംബെ, ഡൽഹി, കാൺപൂർ, ഖരഗ്പൂർ, ഗുവാഹട്ടി, റൂർക്കി, റോപ്പാർ, ഭുവനേശ്വർ, ഗാന്ധിനഗർ, ഹൈദരാബാദ്, ജോധ്പൂർ, പാറ്റ്ന, ഇൻഡോർ, മാൻഡി, വാരണാസി, പാലക്കാട്, തിരുപ്പതി, ധൻബാദ്, ഭിലായ്, ഗോവ, ജമ്മു, ധാർവാഡ്. 23 IIT-കൾ, 18,760 സീറ്റുകൾ. ഉന്നത വിദ്യാഭ്യാസ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന IIT-കൾ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ തന്നെയാണ്. വെറും ഒരു പഠന കേന്ദ്രത്തിനും അപ്പുറം ലോക നിലവാരമുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്ന വിജ്ഞാന കേന്ദ്രങ്ങളാണ് നമ്മുടെ IIT-കൾ. ആധുനിക ലാബുകൾ, വിശാലമായ ലൈബ്രറികൾ, വിദഗ്ധരായ അധ്യാപകർ, രാജ്യത്തെ മിടുക്കരായ വിദ്യാർത്ഥികൾ എന്നീ ഘടകങ്ങൾ IIT-യെ ഒരു ബ്രാൻഡാക്കി മാറ്റുന്നു. ഇനി നമുക്ക് 23 IIT-കളെ ഒന്ന് പരിചയപ്പെടാം. IIT ഖരഗ്പൂർ വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1951 ആരംഭിച്ചത്. 2100 ഏക്കർ ക്യാമ്പസാണ്. നമ്പർ ഓഫ് UG സീറ്റ് 1919. ഏറ്റവും വലിയ ക്യാമ്പസാണ് IIT ഖരഗ്പൂർ. IIT ബോംബെ മഹാരാഷ്ട്രയിലാണ്. 1958 സ്റ്റാർട്ട് ചെയ്ത്. ക്യാമ്പസ് ഏരിയ 500 ഏക്കറാണ്. UG സീറ്റ് 1360. IIT ബോംബെ എന്ന് പറയുമ്പോൾ NIRF റാങ്കിങ്ങിൽ സെക്കൻഡ് ആണ്. എല്ലാ കുട്ടികളും പോകാൻ ആഗ്രഹിക്കുന്ന ടോപ്പ് IIT-കളാണ്. IIT മദ്രാസ് തമിഴ്നാട്ടിലാണ്. 1959 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ 617 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 1721. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ, മലയാളി കുട്ടികൾ, ബ്രില്യൻ്റ് കുട്ടികൾ ഏറ്റവും കൂടുതലുള്ളത് IIT മദ്രാസിലാണ്. NIRF റാങ്കിങ് ഫസ്റ്റ് ആണ്. ഓക്കെ. IIT കാൺപൂർ ഉത്തർപ്രദേശിലാണ്. 1959 സ്റ്റാർട്ട് ചെയ്ത്. 1055 ക്യാമ്പസ് ഏരിയ. നമ്പർ ഓഫ് UG സീറ്റ്സ് 1210. IIT ഡൽഹിയിലാണ്. 1961 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ എന്ന് പറയുന്നത് 325 ഏക്കറാണ്. നമ്പർ ഓഫ് UG സീറ്റ് 1239. NIRF റാങ്കിങ് സെക്കൻഡ് റാങ്കാണ്. IIT ഗുവാഹട്ടി ആസാമിലാണ്. 1994 സ്റ്റാർട്ട് ചെയ്ത്. ക്യാമ്പസ് ഏരിയ 700 ഏക്കറാണ്. UG സീറ്റ്സ് 962. ഏറ്റവും മനോഹരമായ ക്യാമ്പസാണ് IIT ഗുവാഹത്തി ക്യാമ്പസ്. ബ്രഹ്മപുത്രയുടെ തീരത്താണ് IIT ഗുവാഹട്ടി. IIT റൂർക്കി ഉത്തരാഖണ്ഡിലാണ്. 2001 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ എന്ന് പറയുന്നത് 365 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 1353. അടുത്ത IIT റോപ്പാർ പഞ്ചാബിലാണ്. 2008 സ്റ്റാർട്ട് ചെയ്ത്. 500 ഏക്കറുണ്ട് ക്യാമ്പസ് ഏരിയ. UG സീറ്റ് 646. IIT ഭുവനേശ്വർ ഒഡീഷയിലാണ്. 2008 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ 936 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 496. IIT ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. 2008 സ്റ്റാർട്ട് ചെയ്ത്. ക്യാമ്പസ് ഏരിയ 400 ഏക്കറാണ്. UG സീറ്റ് 360. IIT ഹൈദരാബാദ് തെലങ്കാനയിലാണ്. 2008 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ 576 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 630. ഏറ്റവും എമർജിംഗ് IIT ആണ് IIT ഹൈദരാബാദ്. IIT ജോധ്പൂർ രാജസ്ഥാനിലാണ്. 2008 സ്റ്റാർട്ട് ചെയ്തത്. 852 ഏക്കറാണ് ക്യാമ്പസ് ഏരിയ. 610 UG സീറ്റിൻ്റെ എണ്ണം. IIT പാറ്റ്ന ബീഹാറിലാണ്. 2008 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ എന്ന് പറയുന്നത് 501 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 817. IIT ഇൻഡോർ മധ്യപ്രദേശിലാണ്. 2009 സ്റ്റാർട്ട് ചെയ്ത്. ക്യാമ്പസ് ഏരിയ 501 ഏക്കറാണ്. UG സീറ്റ് 480. IIT മാണ്ഡി ഹിമാചൽ പ്രദേശിലാണ്. 2009 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ 538 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 520. IIT വാരണാസി ഉത്തർപ്രദേശിലാണ്. 2012 സ്റ്റാർട്ട് ചെയ്ത്. ക്യാമ്പസ് ഏരിയ 1300 ഏക്കറാണ്. UG സീറ്റ് 1589. IIT പാലക്കാട് കേരളത്തിൽ നമ്മുടെ സ്വന്തം IIT ആണ് IIT പാലക്കാട്. 2015 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ എന്ന് പറയുന്നത് 500 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 200. അടുത്ത IIT തിരുപ്പതി ആന്ധ്രാപ്രദേശിലാണ്. 2015 സ്റ്റാർട്ട് ചെയ്ത്. 548 ഏക്കറുണ്ട് ക്യാമ്പസ് ഏരിയ. 254 UG സീറ്റിൻ്റെ എണ്ണം. IIT ധൻബാദ് ആദ്യമേ അത് ISM ധൻബാദ് ആയിരുന്നു. പിന്നീടാണ് IIT ആക്കി മാറ്റിയത്. ജാർഖണ്ഡിലാണ്. 2016 അത് IIT ആയി മാറിയത്. ക്യാമ്പസ് ഏരിയ എന്ന് പറയുന്നത് 393 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 1210. IIT ഭിലായ് ഛത്തീസ്ഗഡിലാണ്. 2016 സ്റ്റാർട്ട് ചെയ്തത്. ക്യാമ്പസ് ഏരിയ 442 ഏക്കറാണ്. UG സീറ്റിൻ്റെ എണ്ണം 329. IIT ഗോവ
ഗോവയിലാണ്. 2016 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ 320 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 165ആണ്. അടുത്ത IIT ജമ്മു ആണ്. ജമ്മു ആൻഡ് കാശ്മീരിലാണ്. 2016 സ്റ്റാർട്ട് ചെയ്ത് 400 ഏക്കറുണ്ട് ക്യാമ്പസ് ഏരിയ. UG സീറ്റ് 305 എണ്ണമുണ്ട്. IIT ധർവാദ് കർണാടകയിലാണ്. 2016 ആരംഭിച്ചത്. ക്യാമ്പസ് ഏരിയ 470 ഏക്കറാണ്. UG സീറ്റുകളുടെ എണ്ണം 385ആണ്. അങ്ങനെ ടോട്ടൽ UG സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്ന 18,160 2025 സീറ്റ് മെട്രിക്സ് പ്രകാരം 23 IIT-കളിലായിട്ട് 18,160 സീറ്റുകളാണ്. 2026 1000-ഓളം സീറ്റുകളുടെ വർധനവ് മൊത്തത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ 23 IIT-കളെ പരിചയപ്പെട്ടു. ഇനി IIT-കളിലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഹൈലി കോമ്പറ്റേറ്റീവ് അഡ്മിഷൻ. നമുക്കറിയാം IIT-യിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ JEE മെയിൻ എക്സാം എഴുതണം. അതാണ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 15 ലക്ഷത്തോളം കുട്ടികളാണ് ഓരോ വർഷവും JEE മെയിൻ എക്സാം എഴുതുന്നത്. അതിൽ ടോപ്പായിട്ട് വരുന്ന 2.5 ലക്ഷം പേർക്ക് മാത്രമേ JEE അഡ്വാൻസ് എന്നുള്ള IIT എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. 2 ലക്ഷം പേർക്ക്. JEE അഡ്വാൻസ് പരീക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് സബ്ജക്ട് വൈസ് മിനിമം കട്ട് ഓഫും ഓവറോൾ മിനിമം കട്ട് ഓഫും ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്താണ് വിവിധ IIT-കളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത്. വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ്, സയൻസ്, ടെക്നോളജി, റിസർച്ച് എന്നീ മേഖലകളിൽ IIT-കൾ ഹൈ ക്വാളിറ്റി ടീച്ചിങ് ഓഫർ ചെയ്യുന്നുണ്ട്. IIT-യിലെ മിക്ക പ്രൊഫസേഴ്സും ടോപ്പ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പരിശീലനം നേടിയവരാണ്. എക്സലന്റ് ക്യാമ്പസ് ഫെസിലിറ്റീസ്, വിശാലമായ ക്യാമ്പസുകൾ, മോഡേൺ ലബോറട്ടറീസ്, ലൈബ്രറീസ്, ഹോസ്റ്റൽസ് ആൻഡ് സ്പോർട്സ് ഫെസിലിറ്റീസ്, ഇന്നൊവേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ് സെന്റേഴ്സ്, ടെക് ക്ലബ്സ്, കൾച്ചറൽ ഫെസ്റ്റിവൽസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ടോപ്പ് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, IIT വിദ്യാർത്ഥികൾക്ക് ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ, ഫേസ്ബുക്ക്, ടെസ്ല, ഗോൾഡ്മാൻ സാക്സ്, മെക്കാൻസെ, JP മോർഗൻ, സിസ്കോ മുതലായ ലീഡിംഗ് കമ്പനീസിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ. റിസർച്ച് താല്പര്യമുള്ളവർക്ക് MIT, സ്റ്റാൻഫോർഡ്, ഹാർവാർഡ് തുടങ്ങിയ ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ് അതിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിലും കുട്ടികൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്ട്രോങ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, IIT-കൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, സ്പേസ് ടെക്നോളജി, റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലയിൽ അഡ്വാൻസ് റിസർച്ച് നടത്തുന്നു. IIT-കൾ നാസ പോലുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായും ഗൂഗിള്, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളുമായും സഹകരിക്കുന്നു. ഗ്ലോബൽ റെപ്യൂട്ടേഷൻ, IIT-കൾ ലോകത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായി റാങ്ക് ചെയ്യപ്പെടുന്നു. കൂടാതെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നു. സ്ട്രോങ് ആലുമിനി നെറ്റ്വർക്ക്, നിരവധി IIT ഗ്രാജുവേറ്റ്സ് ഗ്ലോബൽ ലീഡേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സുന്ദർ പിച്ചെ, CEO ഓഫ് ഗൂഗിൾ, അരവിന്ദ് കൃഷ്ണ, CEO ഓഫ് IBM, നന്ദൻ നിലകേനി, കോ-ഫൗണ്ടർ ഓഫ് ഇൻഫോസിസ്, സച്ചിൻ ബൻസാൽ, ബിന്നി ബൻസാൽ, കോ-ഫൗണ്ടർ ഓഫ് ഫ്ലിപ്കാർട്ട്, ക്രിസ് ഗോപാലകൃഷ്ണൻ, കോ-ഫൗണ്ടർ ഓഫ് ഇൻഫോസിസ് എന്നിവ ഉദാഹരണങ്ങളാണ്. നമുക്ക് IIT-യുടെ ഫീസിനെ കുറിച്ച് നോക്കാം. ഫീസ് സ്ട്രക്ചർ, IIT-യിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓരോ IIT-യിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ഒരു 2.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ IIT-യിലെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. അതിനൊരു കണ്ടീഷനുണ്ട്. പേരൻസിന്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്ന 5 ലക്ഷത്തിൽ മുകളിലായിരിക്കണം. 2 ലക്ഷം അറിയർ. ഇനി പേരൻസിന്റെ ആനുവൽ ഇൻകം 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 2 ലക്ഷത്തിന്റെ 1/3 എന്ന് പറഞ്ഞാൽ ഏകദേശം 83,000 ആയിരിക്കും പെർ ഇയർ ട്യൂഷൻ ഫീസ്. ആനുവൽ ഇൻകം 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ആനുവൽ ഇൻകം 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ട്യൂഷൻ ഫീ ഇല്ല. അതുപോലെ SC/ST കാറ്റഗറിക്കാണെങ്കിലും ട്യൂഷൻ ഫീ ഇല്ല. അപ്പോൾ IIT-കളിലും നമ്മുടെ വരുമാനം അനുസരിച്ചുള്ള ഫീസ് കൺസെഷൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് IIT-കളിലെ വിവിധ അക്കാഡമിക് പ്രോഗ്രാംസ് ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും കൂടുതൽ IIT-യിലുള്ളത് 4 ഇയർ BTech പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ 4 ഇയർ BS പ്രോഗ്രാമും ഉണ്ട്. കൂടാതെ ഡുവൽ ഡിഗ്രി BTech MTech ഉണ്ട് 5 ഇയേഴ്സ്, ഇന്റഗ്രേറ്റഡ് MTech ഉണ്ട് 5 ഇയേഴ്സ്, ഡുവൽ ഡിഗ്രി BTech MBA ഉണ്ട് 5 ഇയേഴ്സ്. അതോടൊപ്പം BRക്ക് 5 ഇയർ പ്രോഗ്രാം ഉണ്ട്. ഡ്യുവൽ ഡിഗ്രി BSMS പ്രോഗ്രാം 5 ഇയറിൻ്റെ ഉണ്ട്. ഇന്റഗ്രേറ്റഡ് BS MSc പ്രോഗ്രാം 5 ഇയറിനുണ്ട്. ഡ്യുവൽ ഡിഗ്രി BS MBA പ്രോഗ്രാം ഉണ്ട് 5 ഇയറിൻ്റെ. ഇനി നമുക്ക് IIT-കളല്ലാതെ JEE അഡ്വാൻസിൻ്റെ റാങ്ക് വെച്ച് അഡ്മിഷൻ കിട്ടുന്ന വേറെ സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. അവയെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുണ്ട്. അവിടെ BS പ്രോഗ്രാമും BTech പ്രോഗ്രാമും ഉണ്ട്. അടുത്തതായിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് IIST ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം. അവിടുത്തെ BTech പ്രോഗ്രാം, ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസ്. RGIPT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി റായ്ബറേലി. അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണം IIPE. ഇത്രയും സ്ഥാപനങ്ങളിലോട്ട് JEE അഡ്വാൻസിന്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്താണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ IIT-കൾ കൂടാതെ ഈ 4 സ്ഥാപനങ്ങളിലേക്കും JEE അഡ്വാൻസിന്റെ റാങ്ക് വെച്ച് അഡ്മിഷൻ നടക്കുന്നതാണ്. ഇനി അവിടുത്തെ സീറ്റുകൾ കൂടെ നമുക്ക് നോക്കാം.
23 IIT-കളിലായിട്ട് 18,760 സീറ്റുകൾ, IISc-യിൽ 190 സീറ്റുകൾ, IIST-യിൽ 210 സീറ്റ്, RGIPT-യിൽ 530 സീറ്റ്, IIP-യിൽ 190 സീറ്റ്. അങ്ങനെ മൊത്തത്തിൽ 19,280 സീറ്റുകളാണ് ഉള്ളത്. ഇത് 2025-ലെ സീറ്റ് മെട്രിക്സ് ആണ്. ഈ വർഷം വരുമ്പോൾ ഒരു 1000-ഓളം സീറ്റുകളിലെ വർധനവ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ JEE അഡ്വാൻസ്ഡിന്റെ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വെച്ച് അഡ്മിഷൻ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണമാണ്. IIT-കൾ, IISc, IIST, RGIPT, IIP ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് 19,280 സീറ്റുകൾ അവൈലബിൾ ആണ്. ഈ വർഷം കുറച്ചുകൂടെ 20,000 സീറ്റിന്റെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ IIT-കളെ പരിചയപ്പെട്ടു, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ IIT-കളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ JEE അഡ്വാൻസ് എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. JEE അഡ്വാൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 2 പേപ്പറുണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. ആ 2 പേപ്പറും എല്ലാവരും നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്. ആ 2 പേപ്പറിലും ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഉണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസിൽ. ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ കൺസിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസൈൻ ടു ടെസ്റ്റ് കോംപ്രിഹെൻഷൻ, റീസണിംഗ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ്. അതാണ് ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സെന്റൻസ്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ സാധാരണ 1 കറക്റ്റ് ആൻസർ ടൈപ്പ്, മോർ ദാൻ 1 കറക്റ്റ് ആൻസർ ടൈപ്പ്, ഇന്റിജർ ടൈപ്പ്, സ്റ്റെം ടൈപ്പ്, ന്യൂമെറിക്കൽ ടൈപ്പ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാച്ചിങ് കോളം ഓപ്ഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് മാർക്കിന്റെ കാര്യം പറഞ്ഞാലും അതിൻ്റെ അകത്ത് എല്ലാത്തിനും ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് കാണിയല്ല, ചില ക്വസ്റ്റ്യൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കാണും. അത് കൃത്യം പറയുകയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് നമുക്ക് എക്സാം ഹോളിൽ കിട്ടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ JEE അഡ്വാൻസ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റ പരീക്ഷയേ ഉള്ളൂ അല്ലേ? സാധാരണ 2 പേപ്പറാണ്, ഒറ്റ പരീക്ഷ, ഒറ്റ ദിവസം നടക്കുന്ന പരീക്ഷയാണ്. അത് സാധാരണ നമ്മുടെ മെയ് മാസത്തിലാണ് എക്സാം നടക്കുന്നത്. പേപ്പർ 2 3-6 മണിക്കൂറിൻ്റെയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സാമിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്നുള്ളത്, മാർക്കിംഗ് സ്കീം, നെഗറ്റീവ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എല്ലാം നമുക്ക് എക്സാം ഹാളിൽ വെച്ച് മാത്രമേ നമുക്ക് റിവീൽ ചെയ്ത് കിട്ടുള്ളൂ. ബാക്കി എല്ലാ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമുക്കറിയാം എത്ര മാർക്കിലാണ്, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ JEE അഡ്വാൻസ് എക്സാമിനെ ഒരു ഡിഫിക്കൽട്ട് എക്സാം ആയിട്ട്, ഒരു വെറൈറ്റി ആയിട്ട് എക്സാം ആയിട്ട് മാറ്റുന്നത് അല്ലേ? അതെ, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആണല്ലോ എല്ലാം തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മിക്ക ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യം തന്നെ വ്യത്യസ്ത രീതിയിലാണ് ചോദിക്കുന്നത്. പ്രസന്റേഷൻ സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്. കുമുലേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പല ചാപ്റ്ററിലെ പല കൺസെപ്റ്റ് ഒക്കെ മിക്സ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് 2026-ലെ JEE അഡ്വാൻസ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ ഒന്ന് മനസ്സിലാക്കാം. 5 ക്രൈറ്റീരിയ ഉണ്ട്. ആ 5 ക്രൈറ്റീരിയയും സൈമിൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അപ്പിയറിംഗ് JEE അഡ്വാൻസ്ഡ് 2026. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇൻ JEE മെയിൻ 2026 ആണ്. JEE മെയിനിൽ ടോപ്പ് 2.5 ലക്ഷത്തിൽ പെട്ടിരിക്കണം. അപ്പോൾ ആ 2.5 ലക്ഷത്തിന്റെ വരാനുള്ള ഈ വർഷത്തെ കട്ട് ഓഫ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 93.41%, OBC NCL 80.92%, EWS കാറ്റഗറിക്ക് 82.41%, SC കാറ്റഗറിക്ക് 63.91%, ST കാറ്റഗറിക്ക് 52.01%. അത് ഈ വർഷത്തെ കട്ട് ഓഫ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ JEE അഡ്വാൻസ് എക്സാം എഴുതണമെങ്കിൽ JEE മെയിൻ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യണം. ആ JEE മെയിൻ ഈ വർഷം 2026-ലെ JEE അഡ്വാൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ JEE മെയിൻ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യേണ്ടി വന്ന പെർസെൻറ്റേജ് സ്കോറാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കായിട്ട് ചില വ്യത്യാസമുണ്ട്. ഓരോ വർഷം വ്യത്യാസം വരും. പരീക്ഷയുടെ ലെവൽ അനുസരിച്ച് വ്യത്യാസവും, കുട്ടികളുടെ എണ്ണം അനുസരിച്ച് വ്യത്യാസം വരും. ഈ വർഷത്തെ കട്ട് ഓഫ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ 2.5 ലക്ഷം പേരെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി വരുമ്പോൾ 40.50% ആണ്. 1,01,250 സ്റ്റുഡൻസ് ആണ് വരുന്നത്. ജനറൽ EWS കാറ്റഗറി ആകുമ്പോൾ 10% ആണ്. 25,000 സ്റ്റുഡൻസ് ആണ് വരുന്നത്. OBC NCL 27% ആണ്. 67,500 സ്റ്റുഡൻസ് ആണ് വരുന്നത്. SC കാറ്റഗറിക്ക് 15% ആണ്. 37,500 സ്റ്റുഡൻസ് ആണ് വരുന്നത്. ST കാറ്റഗറിക്ക് 7.50% ആണ് വരുന്നത്. 18,750 ആണ്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 2,50,000 ആണ് വരുന്നത്. ഈ പെർസെന്റേജ് കാണിച്ചിരിക്കുന്ന മാർക്ക് പെർസെന്റേജ് അല്ല, നമ്മുടെ എഴുതിയ കുട്ടികളുടെ എണ്ണത്തിന്റെ കാറ്റഗറി റിസർവേഷന്റെ ശതമാനം കാണിച്ചിരിക്കുന്നത്. മാർക്കിന്റെ കാണിച്ചിരിക്കുന്നത് ഇതാണ്, പെർസെന്റേജ് സ്കോർ കാണിച്ചിരിക്കുന്നത്. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ആണ്. 2001 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചയാളായിരിക്കണം. SC ST കാറ്റഗറിക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അതായത് 1996 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചയാളായിരിക്കണം. 2026-ലെ കാര്യം പറയുന്നത് അല്ലേ? അതെ, ഓരോ വർഷം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.
നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് JEE അഡ്വാൻസ് പരമാവധി 2 പ്രാവശ്യം എഴുതാം ഇൻ 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. അത് എന്നൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 പാസ്സായ വർഷവും തൊട്ടടുത്ത വർഷവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2026 സംബന്ധിച്ച് 2025 അതോ 2026 +2 പാസ്സായ കുട്ടിയായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കമ്പൽസറി സബ്ജക്ട്സ് ആയിട്ട് പഠിച്ചിരിക്കണം. 2026 +2 പാസ്സാകുന്ന കുട്ടിക്ക് 2026 എഴുതാം, 2027 എഴുതാം. 27 എഴുതാം. കൺസിക്യൂട്ടീവ് 2 വർഷം. 2 വർഷം. +2 പാസ്സാകുന്ന കൊല്ലവും തൊട്ടടുത്ത വർഷവും. ഇനി ഇയർലിയർ അഡ്മിഷൻ അറ്റ് IITs. ഇപ്പം മുൻ വർഷം IITയിൽ അഡ്മിഷൻ എടുത്തിട്ട് ഏതെങ്കിലും കാരണവശാൽ ആ അഡ്മിഷൻ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം IIT എക്സാമിനേഷൻ JEE അഡ്വാൻസ് എക്സാം എഴുതാൻ സാധിക്കില്ല. ഈ 5 ക്രൈറ്റീരിയയും സൈമിൾട്ടേനിയസ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താലോ JEE അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി 2025 JEE അഡ്വാൻസ് എക്സാമിന്റെ കട്ട് ഓഫിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. കോമൺ റാങ്ക് ലിസ്റ്റ് CRL എന്ന് പറഞ്ഞാൽ കോമൺ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ കട്ട് ഓഫ് 5.83% ആയിരുന്നു. അതായത് 120-ൽ 7 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നത്. ഫിസിക്സിന് 7 മാർക്ക് വേണം, കെമിസ്ട്രിക്ക് 7 മാർക്ക് വേണം, മാത്തമാറ്റിക്സിന് 7 മാർക്ക് വേണം. ടോട്ടലിലേക്ക് വരുമ്പോൾ 74 മാർക്കായിരുന്നു അല്ലേ? 2 പേപ്പറിലേയും കൂടെ എല്ലാം കൂടെ ചേർത്ത് പേപ്പർ 1 + പേപ്പർ 2 ഔട്ട് ഓഫ് 360-ൽ 74 മാർക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 20.56%. OBC NCLന് 5.25% ആയിരുന്നു. അതായത് 6 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. സബ്ജക്ട് വൈസ് കട്ട് ഓഫ്. ടോട്ടൽ മാർക്ക് 66, 18.5%. ജനറൽ EWS കാറ്റഗറിക്ക് 5.25% ആയിരുന്നു. അതായത് 6 മാർക്ക് തന്നെയായിരുന്നു സബ്ജക്ട് വൈസ് കട്ട് ഓഫ്. ടോട്ടൽ മാർക്ക് 66 തന്നെയായിരുന്നു, 66 തന്നെയായിരുന്നു, 18.5 തന്നെയായിരുന്നു പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. SC STയുടെ കട്ട് ഓഫ് 2.92% ആയിരുന്നു. സബ്ജക്ട് വൈസ് കട്ട് ഓഫ് 3 മാർക്കായിരുന്നു. ടോട്ടൽ മാർക്ക് 37 ആയിരുന്നു, 10.28 ആയിരുന്നു. അത് ഓരോ വർഷവും ചെറിയ വ്യത്യാസം വരും. നമ്മളിപ്പോൾ ബ്രോഷർ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സബ്ജക്ട് വൈസ് മിനിമം കട്ട് ഓഫ് 10%, ഓവറോൾ കട്ട് ഓഫ് 35% ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് അടിയിൽ ഒരു സെൻറ്റൻസും കൂടി എഴുതിയിട്ടുണ്ട്. എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് കട്ട് ഓഫിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുള്ള 2025 കട്ട് ഓഫ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത വർഷം അത് പിന്നെയും മാറ്റങ്ങൾ വരാം. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ട ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് കട്ട് ഓഫ് തീരുമാനിക്കും. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2025 JEE അഡ്വാൻസിന്റെ മാർക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്കും എങ്ങനെയായിരുന്നുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 360-ൽ 332 ആയിരുന്നു. 92.2% ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയ ആളുടെ മാർക്ക്. അതെ. 10th റാങ്കിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 88% ആയി. 317 ആയിരുന്നു മാർക്ക്, എക്സാക്ട് മാർക്ക്. 25th റാങ്ക് ആയി വന്നപ്പോഴത്തേനും 307 ആയിരുന്നു. 100 റാങ്ക് ആകുമ്പോൾ 278 ആയിരുന്നു. ഒരു 2 ഡിജിറ്റ് 100 ഉള്ള റാങ്ക് കിട്ടണമെങ്കിൽ 278 മാർക്ക്, അതായത് 77% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. 200-ലോട്ട് വന്നപ്പോൾ 262 ആയിരുന്നു. 72.8% ആയിരുന്നു. 300 റേഞ്ചിലോട്ട് വന്നപ്പോൾ 249 ആയിരുന്നു. 69.2%. റാങ്ക് 400-ലോട്ട് വന്നപ്പോൾ 241, 66.9%. റാങ്ക് 500-ലോട്ട് വന്നപ്പോൾ 234, 65%. റാങ്ക് 1000-ലോട്ട് വന്നപ്പോൾ 208, 57.8%. ഇപ്പോൾ അഡ്വാൻസ് ഓൾ ഇന്ത്യ റാങ്ക് 1000-നുള്ളിൽ വരണമെങ്കിൽ ഒരു 60% അടുത്ത് മാർക്ക് മേടിച്ചാൽ മതി. 1000-നുള്ളിൽ ഓൾ ഇന്ത്യ റാങ്ക് 1000-നുള്ളിൽ നമുക്ക് മേടിക്കാൻ സാധിക്കും. റാങ്ക് 2000-ലോട്ട് വന്നപ്പോൾ 181, 50.3%. റാങ്ക് 3000-ലോട്ട് വന്നപ്പോൾ 165, 45.8%. റാങ്ക് 4000 ആകുമ്പോൾ 154, 42.8%. 5000 ആകുമ്പം 40.3% ആണ്. 6000 38.3, 7000 36.9, 8000 35.5 മാർക്ക്, 9000 34.4%, 10,000 10,000-നുള്ളിൽ കിട്ടണമെങ്കിൽ 120 മാർക്കായിരുന്നു, 33.3%. അതുപോലെ തന്നെ 15K ഉണ്ട്, 17K ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ലാസ്റ്റ് അല്ലേ 33,801 ആണ് ലാസ്റ്റ് CRL റാങ്ക്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് 74. നമ്മൾ മുമ്പ് കട്ട് ഓഫ് കാണിച്ച അതേ മാർക്ക് 74, 20.5%. ഇനി നമുക്ക് IIT-യിലെ വിവിധ കോഴ്സുകളെ ഒന്ന് പരിചയപ്പെടാം. 4 ഇയർ കോഴ്സസും ഉണ്ട്, 5 ഇയർ കോഴ്സസും ഉണ്ട്. 4 ഇയർ കോഴ്സസ് 92 കോഴ്സസ് ആണുള്ളത്. 5 ഇയർ ആണെങ്കിൽ 39 കോഴ്സസ് ആണുള്ളത്. അങ്ങനെ മൊത്തം 131 കോഴ്സസ് ആണ് 2025 ഉണ്ടായിരുന്നത്. 4 ഇയർ കോഴ്സസ് നമ്മൾ തുടങ്ങുന്ന എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗ്, ബയോളജിക്കൽ സയൻസ് ആൻഡ് ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ നമ്മൾ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ബിടെക് ഇൻ ജനറൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് അല്ലെ, ബിടെക് ഇൻ മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെ, എങ്ങനെ പോവുക കോഴ്സുകൾ ഇങ്ങനെ പോവാണ്. മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസൈന് അല്ലെ, ടെക്സ്റ്റൈൽ ടെക്നോളജി, സ്പേസ് സയൻസ് എഞ്ചിനീയറിംഗ്, ഇതെല്ലാം 4 ഇയർ കോഴ്സുകളാണ്.
വീണ്ടും ഇത് തന്നെയാണ്. 92 ഇത്രയും കോഴ്സുകളാണ് 4 ഇയർ കോഴ്സുകളുള്ളത് അല്ലേ? 39 5 ഇയർ കോഴ്സസും ഉണ്ട്. ആർക്കിടെക്ചർ, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കെമിക്കൽ സയൻസ് വരെ നമുക്ക് 39 5 ഇയർ കോഴ്സസും ഉള്ളു. അങ്ങനെ മൊത്തം 131 കോഴ്സസ് ആണ് ഈ 2025 ഉണ്ടായിരുന്ന സീറ്റ്. പറഞ്ഞാൽ 4 ഇയർ 92, 5 ഇയർ 39, ടോട്ടൽ 131 കോഴ്സാണ് 23 IIT-കളിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ടോപ്പ് IIT-കളിലെയും അതുപോലെ നമ്മുടെ സ്വന്തം IIT-യിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 4 ഇയർ കോഴ്സിൽ IIT ബോംബെയുടെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഓപ്പൺ കാറ്റഗറി വരുന്ന 66 ആണ് ഓൾ ഇന്ത്യ റാങ്ക്. ഫീമെയിൽ ഉള്ളി വരുമ്പോൾ 369 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. EWS റാങ്ക് വന്നിരിക്കുന്നത് 20 ആണ്. OBC NCL 54, SC 31, ST 19. IIT ഡൽഹിയിൽ 126, IIT 126. IIT മദ്രാസിലെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് 171. IIT കാൺപൂരിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് റാങ്ക് 271. IIT കാരക്പൂർ 466. IIT റൂർക്കിയിൽ 592. IIT ഹൈദരാബാദിൽ 673. IIT ഗുവാഹട്ടിയിൽ 792. നമുക്ക് പാലക്കാട് നമ്മുടെ സ്വന്തം IIT പാലക്കാട് IIT വരുമ്പോൾ 6454 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട്. ഫീമെയിൽസിന്റെ 8965. അതെ. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോട്ട് വന്നു കഴിഞ്ഞാൽ IIT ബോംബെയിലെ ഓപ്പൺ കാറ്റഗറി വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് 433. IIT ഡൽഹിയിൽ 605. IIT മദ്രാസിലെ 849. IIT കാൺപൂരിൽ 1146. IIT ഹൈദരാബാദിൽ 1900. IIT കാരക്പൂരിൽ 1985. IIT റൂർക്കിയിൽ 2091. പാലക്കാടിൽ 10,396 ആണ് ലാസ്റ്റ് റാങ്ക്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് IIT ബോംബെ 1834. ഡൽഹിയിൽ 1862. മദ്രാസിൽ 2468. കാൺപൂരിൽ 2771. IIT റൂർക്കിയിൽ 3897. കരക്പൂരിൽ 4016. IIT ഹൈദരാബാദിലെ 4443. ഗുവാഹട്ടിയിൽ 4892. IIT പാലക്കാട് 12,606 ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത് മെക്കാനിക്കലിന്റെ ഓപ്പൺ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക്. ബാക്കിയെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി എയറോസ്പേസ് എഞ്ചിനീയറിംഗ് 4 IIT-കളിലാണ് ഉള്ളത്. IIT ബോംബെയുടെ ലാസ്റ്റ് റാങ്ക് ഓപ്പൺ കാറ്റഗറിയിലെ 2361. IIT മദ്രാസിൽ 3211. കാൺപൂർ 3805. കരക്പൂരിൽ 4872 ആണ്. എയറോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ ഈ 4 IIT-കളിലാണ് ഉള്ളത് ലാസ്റ്റ് റാങ്ക് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് IIT-യെ കുറിച്ചും IIT-യിലേക്കുള്ള അഡ്മിഷനുള്ള JEE അഡ്വാൻസ് എക്സാമിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ലക്ഷ്യബോധവും കഠിനാധ്വാനമുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും IIT എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.